ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ പ്രതികാര നടപടി നേരിടുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. താരങ്ങളുടെ ആരാധകരിൽ ഭീഷണി ഭയന്ന് മിണ്ടാതിരിക്കുന്നവരും ഏറെയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ പല വഴികളുണ്ട്. പരാതി പറയുന്നവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും. മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം. താല്പര്യത്തിന് വഴങ്ങാത്തവരെ റീടേക്കുകൾ എടുത്ത് ഉപദ്രവിക്കും. ആലിംഗന രംഗം 17 തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശം അനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി. WCCയിൽ അംഗത്വമെടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി. പുരുഷന്മാർക്കും പ്രതികാര നടപടിയെന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി. ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണ് ഇവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിന്മയ്ക്കെതിരെ നേരിനു വേണ്ടി നിൽക്കുന്ന നായകൻ്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം. അമ്പോ എന്തൊരു വിചിത്രം. സലിം മാലിക്, 24, തിരുവനന്തപുരം.